നമസ്കാരം. ഈ ആഴ്ച നമ്മൾ കൊല്ലത്ത് കുട്ടണ്ണനും കുട്ടണ്ണൻ്റെ ജാനകിയുമാണ് ഈ ആഴ്ച നമ്മുടെ അതിഥികൾ. കുട്ടണ്ണ സ്വാഗതം. നമസ്കാരം. സാറിനപ്പള്ളി ആന നല്ല ഒരു ആനയുടെ മുതലാളി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുമ്പോൾ ഇത് കൊമ്പിനാനയുടെ കൊമ്പിലൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന ഒരാളാണ്. ഇത് പക്ഷേ നിങ്ങൾ ഭയങ്കര കമ്പനിയാണ്. അതെന്താണ്? ഈ കൊമ്പനാനെ പിടിയാനൊന്നുമില്ല, എല്ലാം പരിപാലനമായിട്ട് എല്ലാവർക്കും ഒരു അടുപ്പം തന്നെയാണ് വരുന്നത്. കൊമ്പനാനയ്ക്കും പിടിയാനയ്ക്കും മനുഷ്യരോടുള്ള സ്നേഹമൊക്കെ ഒരു തന്നെയാണ്. നമ്മളെത്രത്തോളം അങ്ങോട്ട് അതിനെ പരിപാലിക്കുന്ന ആ ഒരു സ്നേഹമൊക്കെ തിരിച്ചു തരും. അത് ഈ ജാനകിയെ കിട്ടിയത് അവിടെ നിന്നാണ്? ഇത് കോട്ടയത്ത് നിന്നാണ്. കോട്ടയത്ത്. എത്ര വർഷമായി നിങ്ങൾ വന്നിട്ട്? ഇതിപ്പോൾ ഒരു 6-7 വർഷമായിട്ട്. 7 വർഷമായിട്ടു. പക്ഷെ ഭയങ്കര കമ്പനിയാണല്ലേ നിങ്ങളെ? എല്ലാവരുമായിട്ട് നല്ല അടുപ്പമുള്ള. നേരത്തെ ഉമ്മയൊക്കെ തരുന്നുണ്ട്. എങ്ങനെയാണ് ഇവളുടെ ഒരു രീതികളൊക്കെ? എങ്ങനെയാണ് ഇവള് കുറേ ചെറിയ കുറുമ്പുകളൊക്കെ ഉണ്ട്. ചില ആൾക്കാർ അതിനിഷ്ടമല്ല, ഓടിക്കൊക്കെ. ശരി. പിന്നെ കുറേ ആൾക്കാരായിട്ട് നല്ല അടുപ്പമാണ്. വളരെ അപൂർവം ആൾക്കാരെയൊക്കെ ഓടിക്കുവാണ്. ദേഷ്യം അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചില ആൾക്കാരെ ഒഴിവാക്കി ഓടിക്കും, അത്രേ ഉള്ളൂ. കളിക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓടിക്കും. അതെല്ലാ ആനകളിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. ഈ പ്രത്യേകിച്ചൊരു കാരണമുണ്ടോ ഈ ജാനകി വാങ്ങുന്നതിന്, സ്വന്തമാക്കിയതിന്? ഇത് വാങ്ങിയതല്ല, ഒരാള് പരിപാലനത്തിനായിട്ട് എന്നെ ഏൽപ്പിച്ചതാണ്. പുള്ളിക്ക് വയ്യാത്തത് കൊണ്ട് പരിപാലിക്കാൻ എന്നെ ഏൽപ്പിച്ചതാണ്. മോന് ഭയങ്കര ഇഷ്ടമായിരുന്നു തോന്നല്ലേ? മോൻ്റെ ഒരു വളരെ പെറ്റായിരുന്നു. ഇവളുടെ ഒരു രീതികളൊക്കെ എങ്ങനെയാണ് ഈ മൊത്തത്തിൽ? പൊതുവെ ആൾക്കാരെല്ലാമായിട്ട് നല്ല ഒരു സമീപനമുള്ളൊരു ആനയാണല്ലേ? അങ്ങനെ ഈ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ വേറെ വേളമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. എഴുന്നള്ളത്തിനെ കൊണ്ടുപോകല്ല അല്ലേ? ക്ഷേത്രങ്ങളുടെ എഴുന്നള്ളിപ്പിന് മാത്രമേ ആനയെ കൊണ്ടുപോകാറുള്ളൂ. അത് തന്നെ ഇപ്പോൾ വളരെ ഒരു പ്രതിസന്ധി ഉള്ള ഘട്ടത്തിൽ നിൽക്കുകയാണ്. മറ്റേ ദൂരവും പിന്നെ ലോറിയിൽ കൊണ്ടുപോകാൻ പറ്റും, അങ്ങനെയൊക്കെയാണെന്നല്ലേ? അല്ല, കുറേ ഫോറസ്റ്റിൻ്റെ കുറേ നിയമങ്ങളൊക്കെ വളരെ നല്ലതാണ്. ഈ 10 മണി തൊട്ട് 4 മണി വരെ ആനയെ വാഹനത്തിൽ കൊണ്ടുപോകാൻ പാടില്ല. ഇതൊക്കെ വളരെ നല്ല നിയമങ്ങളാണ്. ആനയ്ക്ക് വളരെ റെസ്റ്റ് കൊടുക്കുന്ന നിയമങ്ങളാണ്. പിന്നെ ഇത് കൂടാണ്ട് കുറേ രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത ക്ഷേത്രങ്ങളിൽ മാത്രമേ ആന എഴുന്നള്ളിക്കാൻ പറ്റുള്ളൂ. ബഹുമാനപ്പെട്ട CCF ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സമയം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കൊല്ലം ജില്ല ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറൊക്കെ സമയം കൊടുത്തിട്ടുണ്ട്. ഈ സമയം കൊടുത്തത് ഈ 10,500 ക്ഷേത്രങ്ങളുണ്ട്. 200-ൽ താഴെ ക്ഷേത്രങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത നിയമം വരും, രജിസ്ട്രേഷൻ ഇല്ലാത്ത ക്ഷേത്രങ്ങൾ എഴുന്നള്ളിക്കാൻ പാടില്ല എന്നുള്ളത് വരുമ്പോൾ ഈ രജിസ്റ്റർ ചെയ്യാത്ത എല്ലാ ക്ഷേത്രങ്ങൾക്കും ഒരു വലിയ ബുദ്ധിമുട്ട് വരും. ആന എഴുന്നള്ളിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. പിന്നെ അതിന് ഉപരിയായിട്ട് ഇപ്പം ഒരു സംഗീത അയ്യർ, ചിത്ര അയ്യർ, ഇങ്ങനെ തുടങ്ങിയ കുറേ ലേഡികൾ ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ വലിയ വലിയ ഹോട്ടൽസിലൊക്കെ വിളിച്ച് ട്രീറ്റുകൾ കൊടുത്ത് ഇതിനെതിരായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. കാര്യം ഒരു ആനയെ പരിപാലിക്കാൻ, അതിന് ആഹാരം കൊടുക്കാനോ കാണിക്കുന്നതിലോ അങ്ങനെയല്ല അവർ ചെയ്യുന്നത്. ഈ പരിപാടികളെല്ലാം ക്ഷേത്രാചാരങ്ങൾ മുഴുവൻ നശിപ്പിക്കത്തക്ക രീതിയിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഈ ഒന്നത് ഈ നമ്മളിപ്പോൾ ആനയെ നോക്കി നടത്തുന്നവർക്കാർക്കും പരിപാലിക്കുന്നവർക്കാർക്കും ഈ ഉത്സവ സമയമാണല്ലേ, ആകെ നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാകുന്ന ഈ ഒരു സമയത്താണ്. ഇതിനകത്തൊന്നും മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ അതിൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നതല്ലാണ്ട് ഇതിനകത്ത് ഇതൊക്കെ നമ്മൾ വളരെ കുറച്ച് പരിപാടി അങ്ങനെ ക്ഷേത്രങ്ങൾ കൊടുക്കുന്നതല്ലാണ്ട് അതിന് റെസ്റ്റില്ലാന്ന് ഇട്ട് ആന ഓടിക്കത്തൊന്നുമില്ല. അതൊക്കെ ചില ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ആനകൾക്ക് റെസ്റ്റില്ല. ചില അപൂർവം ചില ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അതെല്ലാവരും ബാധിക്കുന്നുണ്ട്. അത് ഇവിടെ ഒരു ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? ഇവളുടെ ഈ പനയോല, പുല്ല്, ചോറ് ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഈ പ്ലാവിൻ്റെ ഇല, അങ്ങനെ ആഞ്ഞിലിത്തോല്. സാധാരണ ഒരു കൊമ്പനാന കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കുമോ? കഴിക്കും. ആനയ്ക്ക് അങ്ങനെ ഈ ആനക്ക് കൊമ്പൻ പിടി ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല അല്ലേ? ഇയാൾ ഈ വൃത്തിയുടെ കാര്യത്തിൽ ഭയങ്കര ഇതാണ്. വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ എല്ലായിടത്തും പോയി ഒന്നും വെള്ളം കുടിക്കത്തൊന്നും. അത്ര നല്ല വെള്ളമാണെങ്കിൽ മാത്രമേ കുടിക്കൂ. ഈ ആനയിൽ മാത്രമാണത്. പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അണ്ണൻ്റെ മൊബൈലൊക്കെ എടുത്തുകൊണ്ട് തരും, അങ്ങനെ ഒരു ഭയങ്കര കമ്പനിയാണല്ലേ? നല്ല കമ്പനിയാണ്. ഇത് ഞാനുമായിട്ടുള്ളതിൽ കൂടുതൽ മോനുമായിട്ട് നല്ല അടുപ്പവും ഒക്കെ ഉണ്ടാകും. മോനും മരിച്ചിട്ടിപ്പോൾ 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞല്ലേ? ഈ വേറൊരു ആന ഉണ്ടായിരുന്നല്ലോ, ലക്ഷ്മിക്കുട്ടി, അത് കോട്ടയത്ത് ബാബു സാറിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ്. ശരി.
അത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. എനിക്കൊന്ന് ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ ഭയങ്കര വൈറലാണ് ഇല്ലേ? നമ്മൾ ദൂരെ നിന്ന് വിളിക്കുമ്പോൾ ആനല്ല പട്ടിയെ കോടി വരുന്നുണ്ട്, ആന കോടി വരും. വളരെ പ്രായം കുറഞ്ഞ ആന കുട്ടിയാണ്. അത് ഭയങ്കര കമ്പനിയായിരുന്നു. 20 വയസ്സ് താഴെ ഉള്ളൂ. നല്ല ആനക്കുട്ടി. ഇവർക്ക് എത്ര വയസ്സുണ്ട്? ഇതിന് ഏകദേശം ഒരു 55 വയസ്സ്. 55 വയസ്സുണ്ടല്ലേ? അത് ശരി, അത് ശരി, അത് ശരി. ഈ നമ്മളൊരു കുമ്പനാനെ കൊണ്ട് നടക്കുന്ന അത്ര പ്രയാസമുണ്ടോ ഇതിനെ കൊണ്ട് നടക്കുക? അങ്ങനെ ഒരു അത് അങ്ങനെ ഈ ആനയുടെ ആയിട്ടുള്ള അടുപ്പം കൊണ്ടാണല്ലോ ആനക്കാർ കൊണ്ടു നടക്കുന്നത്. അത് രണ്ടും ഒരേപോലെ തന്നെയാണ്. കുറെ കൂടെ ഒക്കെ ഒരു ഫ്രണ്ട്ലി ആണ് പിടിയാനാണ്. കുറെ ഇതാണല്ലേ. ഈ ഇപ്പം ആനകളായിട്ട് നല്ല ബന്ധം, നല്ല അടുപ്പമുണ്ടായിട്ട് കുറേ കാലമായിട്ട് ആനകളായിട്ട് പഴകുന്നുണ്ട് ചോദിക്കുകയാണ്. ഇപ്പം ആനയെ കൊണ്ട് നടക്കാനായിട്ട് ഇപ്പം ആനയെ കയറാനായിട്ട് ആളുകളിങ്ങനെ പുതിയ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ടോ? പുതിയ ആൾക്കാർ വരുന്നുണ്ട്. എന്നാലും അതിനകത്തൊരു നല്ലൊരു ശതമാനം നല്ല ആനക്കാർ വളരെ കുറവാണ്. പണ്ടുണ്ടായിരുന്ന പോലെ നല്ല ആനക്കാരുടെ ഒരു അഭാവം ഇപ്പോൾ ഉണ്ട്. കുറേ പിള്ളേരിൽ നല്ല ആൾക്കാരും ഉണ്ടെന്ന്. വളരെ മോശം. ഇപ്പം ഈ ആനക്കാരോടൊക്കെ ഒരു കമ്പം തോന്നിയിട്ട് ഒരു മോശം മദ്യത്തിനൊക്കെ ഒരു അഡിക്ഷനുള്ള കുറേ പിള്ളേരൊക്കെ വരുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ആരും ആനകളെയൊന്നും കൊടുക്കാറില്ല. ആനകളുടെ എണ്ണമൊക്കെ വളരെ കുറവായതുകൊണ്ട് എല്ലാവരും നോക്കിയൊക്കെ കൊടുക്കാറുള്ളൂ. അപ്പം അങ്ങനെയുള്ളവരൊക്കെ തൊഴിലില്ലാതെ വേറെ പല മേഖലകളിലും പോവുക. ഈ ആനകൾക്ക് ഈ പണ്ടുണ്ടായിരുന്നതൊക്കെയല്ലേ ഇപ്പോൾ മറ്റേ ഫാൻസ് അസോസിയേഷനും ഫാൻസ് ക്ലബ്ബും ഒക്കെ ഉള്ള ലെവൽ കംപ്ലീറ്റ് മാറി. എല്ലായിടത്തും ഇപ്പോൾ ആനകൾക്കൊക്കെ വരുന്ന സ്വീകരണം കണ്ടാൽ നമ്മളെ കിളി പോകും. അമ്മാതിരിയാണ് ആനകൾക്കുള്ള സ്വീകരണം. അതുപോലെ തന്നെ ഈ ആനകളുടെ കൂടെ ഇറക്കുന്ന പപ്പന്മാരും ഒക്കെ സ്റ്റാറലായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ? അതൊരു പുതിയ രസമുള്ള പ്രവണതയായിട്ട് തോന്നുന്നുണ്ട്. അല്ല, ഈ ഫാൻസുകളെ കൊണ്ട് ഈ ആനകൾക്കൊക്കെ ബുദ്ധിമുട്ട് വരെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ക്ഷേത്ര ആചാരങ്ങൾക്ക് ഉപരി സ്വീകരണ പരിപാടി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇപ്പോൾ വൈൽഡ് ലൈഫ് വാർഡൻ കഴിഞ്ഞ ആഴ്ച നിരോധിച്ചിട്ടുണ്ട്. അതൊക്കെ വീണ്ടും ഒരു ബുദ്ധിമുട്ട് രീതിയാണ്. ലോറി കൊണ്ടുവച്ചിട്ട് മറ്റേ ഫുള്ള് സൗണ്ടൊക്കെ ആയിരിക്കും. അതൊക്കെ ഒരു മോശം പരിപാടിയാണ്. നല്ല ഒരു ഇതല്ല. പക്ഷേ എല്ലായിടത്തും ഇപ്പോൾ എല്ലാ ആനകൾക്കും ഇപ്പോൾ ഫാൻസ് ആണല്ലോ. കംപ്ലീറ്റ് ആനകൾക്ക് ഫാൻസ് അസോസിയേഷനാണ്. ആനകൾക്ക് ഫാൻസ് വേണോ? അതൊക്കെ പിന്നെ കമൻട്രിയാണ് അല്ലേ? യൂട്യൂബൊക്കെ തുറന്നാൽ അത് തന്നെ. യൂട്യൂബ് ഫേസ്ബുക്ക് തുറന്നാൽ ആനകളെ കുറിച്ചുള്ള വർണ്ണനകളും വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഫാൻസുകൾ, ഈ ആനപ്രേമികൾ ആനകളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ നോക്കണം. ഒരു ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പ് ചെന്ന് കഴിഞ്ഞാൽ അതിന് വേണ്ട റെസ്റ്റും അതും ഇതൊക്കെ കൊടുത്തിട്ട് എഴുന്നള്ളിക്കാനും പിന്നെ അതിന് തീറ്റ കഴിക്കാനുള്ള സമയം, അതിനെ കഴുകാനുള്ള സൗകര്യം ഇതെല്ലാം അവർ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. ചിലർക്ക് കൊമ്പി പിടിക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ കൊണ്ട് ആനക്കാരെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അത് ആനകൾക്കും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അതിൻ്റെ റെസ്റ്റ് സമയം അതൊരു നമ്മൾ ഈ ആവശ്യമില്ലാതെ ആനയുടെ ഫ്രണ്ടിൽ കിടന്ന് തിക്കിത്തെറിക്കാലും ഈ ആനയാണല്ലോ അല്ലേ? എപ്പോഴാണ് ഇതിൻ്റെ ഒരു സ്വഭാവം വരുന്നതെന്ന് പറയാൻ പറ്റുന്നത്. കാരണം നമ്മൾ ഈ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ആനയുടെ കൊമ്പിലും തൂങ്ങി വാലിലും തൂങ്ങി ആളിങ്ങനെ ആനയ്ക്കൊപ്പം സഞ്ചരിക്കുന്നത്. കുറച്ച് ദൂരമൊക്കെ ഒന്ന് പാലിക്കേണ്ടതില്ലേ ആനയുടെ കൂടെ? അതായത് ചില ആൾക്കാർ ഈ ഇപ്പം 100 പേരിൽ 1-2 ആൾക്കാർ ഈ ആനകൾ പ്രശ്നം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു വരുന്ന ആൾക്കാരുണ്ട്. ഈ ആനക്കാരുടെ കണ്ണു വെട്ടിച്ച് അതിനെ ഏതെങ്കിലും രീതിയിലുള്ള ഉപദ്രവിക്കാരൊക്കെ ഉള്ള അതൊക്കെ വളരെ അപൂർവം, വളരെ മോശ സ്വഭാവമുള്ളവരുണ്ട്. പിന്നെ ഈ ആനപ്രേമി എന്നടിച്ച് ആനക്കാർക്ക് അവരുടെ ഒരു സൗഹൃദം കിട്ടാൻ മദ്യം കൊടുക്കുന്ന അങ്ങനെയുള്ളവരൊന്നും ഒരു ആനപ്രേമി എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. അവരുടെ ചില കാഴ്ചകൾ കാണാനും അവരുടെ സന്തോഷത്തിന് വേണ്ടി ഈ ആനയെ വഴക്കുണ്ടാക്കാൻ അങ്ങനെയൊക്കെ ഇപ്പം ഓരോ സംഘടനകൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ലേസർ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആന പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഉത്സവപ്പറമ്പുകളിൽ ഇപ്പം കുറച്ച് അവരെന്തോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉത്സവപ്പറമ്പുകളുടെയൊക്കെ നല്ല അന്തരീക്ഷം ഒക്കെ തെറ്റിക്കാനൊക്കെ ആയിട്ടുള്ള ആൾക്കാർ കുറേയൊക്കെ ഇറങ്ങുന്നുണ്ട്. ഈ ഉടമസ്ഥന്മാർ മത്സരമുണ്ടോ? അങ്ങനെയുള്ള മത്സരങ്ങളൊന്നും ഇല്ലല്ലേ? ഈ മാക്സിമം ബുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല, അങ്ങനെ ഒന്നും. ഈ മാക്സിമം റെസ്റ്റൊക്കെ എടുത്ത് വളരെ അപൂർവം ആൾക്കാരേ ഉള്ളൂ ആനകളെ കൂടുതൽ പരിപാടി എടുപ്പിക്കുക. അതൊക്കെ വളരെ അപൂർവമാണ്. ഈ കൂടുതലും ആൾക്കാരെല്ലാം നമുക്കറിയാവുന്ന ഒരുപാട് പേരും ഈ ചോദിച്ചു കഴിഞ്ഞാലൊക്കെ ഈ ഒഴിവൊക്കെ ഉള്ള ദിവസം ഒരു നല്ല റെസ്റ്റ് കൊടുത്ത് പരിപാലിക്കുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിനകത്ത് വളരെ അപൂർവം 1-2 ആൾക്കാരേ ഉള്ളൂ ഇങ്ങനെ പരിപാടി കൂടുതൽ എടുക്കാനൊക്കെ നോക്കുന്നത്. ഈ ഒരു സംശയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആനകളെ ലോറിയിൽ കൊണ്ടുപോകണമെന്നൊക്കെയുള്ള ഒരുപാട് നിയമങ്ങൾ വന്നിട്ടുണ്ട്. ഒരു വിഭാഗം പറയുന്നത് ആനയ്ക്ക് നടപ്പടക്കമുള്ള എക്സസൈസുകൾ ആവശ്യമാണെന്നാണ്. നടപ്പ് വേണ്ടുന്ന ആനയെ ലോറി കൊണ്ടുപോയിട്ട് ആനയ്ക്ക് ആവശ്യത്തിന് നടപ്പ് കിട്ടുന്നില്ല എന്നുള്ള പരാതി വേറെ വിഭാഗം പറയുന്നത്. ഇതിനകത്തൊക്കെ എങ്ങനെയാണ്? എന്താണ് ഇതിൻ്റെ ഒരു വാസ്തവം? എന്താ തോന്നുന്നത്? അല്ല, ഇത് ഈ ആനയ്ക്ക് നമ്മുടെ ഈ തെക്കൻ നാടുകളിലുള്ള പരിപാടികളൊക്കെ ഈ ഘോഷയാത്ര അങ്ങനെ നടപ്പ് ഇഷ്ടം പോലെ ആനകൾ കിട്ടാറുണ്ട്.
പിന്നെ പൊതുവെ പണ്ട് റോഡിൽ കൂടെ നടന്നു പോകുന്ന ഒരു ഇത് ഇപ്പം നല്ലതല്ല അത്. കാരണം വാഹനങ്ങൾ അത്രത്തോളം ചീറിപ്പായുന്നതിൻ്റെ കൂടെ ആനയെ നടത്തിക്കൊണ്ട് പോകല് ഭയങ്കര ബുദ്ധിമുട്ട്, സ്വാഭാവികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലോറികളിൽ പോകുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ അല്ലാണ്ട് പൊതുവെ ഈ ചെറിയ വഴികളും അങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് നടത്തുന്നത് നല്ലതാണ്. മെയിൻ റോഡുകൾ വളരെ റിസ്ക്കാണ് ഇപ്പം നടക്കുന്നത്. എല്ലാ ദിവസവും ഈ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പത്രങ്ങളിൽ കാണും, അല്ലെങ്കിൽ ടി വിയിലൊക്കെ വരും, അവിടെ ആന ഓടി ഇവിടെ ആന ഓടി. അതെന്തായിരിക്കും? അത് നമ്മുടെ കുറേ ഈ ന്യൂ ജനറേഷൻ ആനപ്രേമികളുണ്ട്. പലയിടത്തും ആനയെ ബുക്ക് ചെയ്തിട്ട് ആന ഇവിടെ നിന്ന് പറയത്തില്ല, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നാസിക് ഡോള്, തമ്പോലം, ഇത് കണക്കുള്ള ഈ മേളങ്ങൾ ഉണ്ടാകുമ്പോൾ നാസിക് ഡോൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്, ചെവിക്കല്ലടിച്ചു കൊണ്ട സാധനമാണ്. അത് ഈ മേളം ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ അത് ആസ്വദിക്കുന്നവരുടെ ലെവൽ ഒന്ന് വേറെയാണ്. അവർ കൂടുതലായിട്ട് പ്രകോപനപരമായിട്ട് അടി പിടിയൊക്കെ ഉണ്ടാക്കുമ്പം ഇതെന്നിട്ട് ആനയുടെ കീഴിലോട്ട് എന്ന് കയറി അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. കാര്യം ഒരു ആനയായിട്ട് കൊണ്ടുപോകുമ്പോൾ പഞ്ചവാദ്യം, നല്ല ക്ലാസിക്കൽ നല്ല മേളങ്ങളുണ്ട്, പഞ്ചാരി, പാണ്ടി, ഇതൊക്കെയാണ് സാധാരണ എല്ലായിടം ആനകൾ നിൽക്കുന്നിടത്ത്. പക്ഷെ നമ്മുടെ ഈ തെക്കോട്ടാണ് ഈ കൂടുതലും ഈ നാസിക് ഡോൾ ഇങ്ങനെയുള്ള ക്ഷേത്ര ആചാരം, ക്ഷേത്രത്തിന് ആചാരത്തിന് വിരുദ്ധമായിട്ടുള്ള മേളങ്ങൾ കൂടുതലും കൊല്ലം, തിരുവനന്തപുരം. അതെ, നല്ല ക്ലാസ് മേളങ്ങൾ. പക്ഷെ നമ്മുടെ തെക്കനാട്ടിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ നല്ല രീതിയിൽ നല്ല മേളങ്ങളായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. കുറേ പേര് നല്ലതായിട്ട് കൊണ്ടുപോകുന്നു, കുറച്ച് പേര് കമ്മിറ്റികളുടെ ഉത്തരവാദിത്വമായിരിക്കും പുറത്തുനിന്ന് വരുന്ന ഓരോ കെട്ടുകാഴ്ചകളിലാണ് ഇങ്ങനെയുള്ള നാസിക് ഡോൾ അങ്ങനെയുള്ള തമ്പോലമൊക്കെ വരുന്നത്. ക്ഷേത്രക്കാർ കൂടുതലും നല്ല മേളങ്ങൾ തന്നെയാണ് ബുക്ക് ചെയ്യുന്നത്. പുറത്തുനിന്ന് കെട്ടുകാഴ്ചകൾ വരുന്നത് ഒരു പരിധി വരെ കുഴപ്പമില്ല. പക്ഷെ മറ്റത് ഭയങ്കര ഓവറായിട്ട് പിന്നെ അപൂർവം ചില ഫ്ലോട്ടുകളിലൊക്കെ ഒരു ലൈറ്റിൻ്റെ അല്ല, ഈ സിംഹങ്ങളുടെയും പുലിയുടെയൊക്കെ അലർച്ചയൊക്കെ അതൊക്കെ ഈ പേടി ഉണ്ടാക്കും ആനകളിൽ. പെട്ടെന്നൊരു വലിയൊരു സൗണ്ടൊക്കെ വരുമ്പോൾ ഒരു പേടി ഉണ്ടാകും. നമ്മൾ ഞാനൊക്കെ ഇതിനെ കേട്ടിട്ടുണ്ട്, ആനയുടെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് മറ്റേ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തുന്നു, അങ്ങനെ അതിലൊക്കെ വല്ല കാര്യമുണ്ട്? അതൊക്കെ വെറുതെ പറയുന്നതാണ്. അതൊക്കെ വളരെ റിസ്ക് അല്ലേ. പിന്നെ റെയിൽവേ ട്രെയിൻ കണ്ട ആനയെടുത്ത് ഓടിയെന്നില്ലേ? അങ്ങനെയൊന്നും ആരും ചെയ്യാറൊന്നുമില്ല. ഈ പാലത്തിന് മുകളിൽ കൂടെ നടക്കാനായിട്ട് ചില ആനകൾക്ക് പേടിയുണ്ടെന്ന് കേട്ടോ, അങ്ങനെ ഉണ്ടാവും. ചില ആനകൾക്ക് പേടിയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലങ്ങളിലൊക്കെ എല്ലാ ആനകളും കയറുന്നതിന് മുമ്പ് എൻ്റെ തുമ്പിക്കൈ ഉണ്ട്, പാലത്തിൻ്റെ ആ ഉറപ്പ് ഒന്ന് തപ്പി ബോധ്യപ്പെട്ടൊക്കെ മാത്രമേ ആനകൾ പാലത്തിലോട്ടൊക്കെ കയറാറുള്ളൂ. ആ ഒരു സെൻസ് ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവാണ്, നല്ലതാണ്. അവർക്കറിയാം പാലമാണ് അടിയിൽ വെള്ളമാണെന്നൊക്കെ അറിയാൻ തോന്നുന്നു. എല്ലാം അറിയാം, നന്നായിട്ട് സെൻസ് ചെയ്ത് നോക്കിയിട്ട് കയറുള്ളൂ. അല്ലാതെ ബലം കുറഞ്ഞ പാലത്തിലൊന്നും പോയി ആനകളൊന്നും അഥവാ കയറണമെങ്കിൽ ആനക്കാരൻ വിവരമില്ലാത്ത ആനക്കാരൊക്കെ നിർബന്ധിച്ചാൽ മാത്രമേ കയറുള്ളൂ, അല്ലാണ്ട് ആനകളൊന്നും കയറൂല. ഇപ്പോൾ തന്നെ ഈ നമ്മളിപ്പോൾ ആനയെ കൊണ്ട് കെട്ടുമ്പോൾ കാണാനൊക്കെ ഒരുപാട് പേര് വരും, പിള്ളേരും ഒക്കെ ആയിട്ട്. ആനയോട് ഭയങ്കര ആൾക്ക് ഭയങ്കര സ്നേഹമാണ് ആനയെന്നുള്ളത്. അവരോടൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട്, സൂക്ഷിച്ച് ദൂരം കൂട്ടി ഇല്ലേ മാറിയൊക്കെ നിൽക്കണമെന്ന് പറയാറുണ്ടല്ലോ അല്ലേ. ചിലരിത് കേൾക്കാത്തപ്പോഴാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. എപ്പോഴും ഒരു ആനക്കാരൻ്റെ ഒരു നിർദ്ദേശം അനുസരിച്ച് അല്ല, അവരുടെ അനുവാദം മേടിച്ച് മാത്രമേ ആനയെടുത്ത് പോകാൻ പാടുള്ളൂ. ഇത് ആനക്കാരങ്ങോട്ടോ ഇങ്ങോട്ടോ ആ ഭക്ഷണം കഴിക്കാനൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇവരൊക്കെ ചെന്ന് കയറലും അങ്ങനെയൊക്കെ ഉള്ളൊരു മോശം ആനപ്രേമികളൊക്കെ ഉണ്ട്. അവർ എല്ലാവർക്കും പേരുദോഷം ഉണ്ടാക്കി വെക്കുന്ന ഇവരെ പോലുള്ളവരൊക്കെയാണ്. നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിക്കുന്നത് പലപ്പോഴും ഇമാതിരി സംഭവങ്ങളൊക്കെ ഉണ്ടാകും. പല ചെറിയ ചെറിയ അപകടങ്ങൾ ആനക്കാരില്ലാത്ത സമയത്തൊക്കെ ചെന്ന് കയറി മദ്യപിച്ച് ആനയുടെ വാലിൽ പോയി തൂങ്ങുക, അതൊക്കെ ഒരു നമ്മൾ ഈ ഭയങ്കര സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനൊരു മൃഗമാണല്ലോ അല്ലേ. എന്ന് പറഞ്ഞാൽ എല്ലാ മൃഗങ്ങളെയും സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. പക്ഷെ ആനയെന്ന് പറയുന്നത് ഒന്ന് നമ്മളായിട്ട് പെട്ടെന്ന് അങ്ങനെ അടുക്കുന്നൊരു മൃഗമാണ്, ഉയർക്കി നമ്മൾ വളർത്തുന്നൊരു മൃഗമാണ്, വളരെ അടുക്കുന്ന ഒരു മൃഗമാണ്. എനിക്കതൊരു വൈൽഡ് ആനിമലാണെന്നൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല അല്ലേ. അത്ര അടുപ്പാണ് ആനകൾ, അത്ര ഒരു സൗഹൃദം ഉണ്ടാകുന്നതാണ്. പലരും വൈൽഡ് ആനിമലാണ്, മെരുങ്ങില്ല അങ്ങനെയൊക്കെ പറയുന്നവരോട് നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റൂല. കുട്ടനിപ്പം നോക്കുന്ന എത്ര ആനകളുണ്ട്? എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ഒരു 5 ആനകളെ നമ്മൾ പരിപാലിക്കുന്നുണ്ട്.
സ്കന്ദനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആ ഉണ്ട്. അത് സൂര്യൻ അപ്പുറം നിൽപ്പുണ്ട്. പിന്നെ 2 ആനകൾ അവിടെ നിൽക്കുക, വീട്ടിലെടുത്ത് നിൽക്കുക. സ്കന്ദനല്ലേ പാട്ട് ഡാൻസ് ചെയ്യുന്നതിന്? പാട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നില്ലേ? പൊതുവേ ഇങ്ങനൊരു പാട്ട് കേൾക്കുമ്പോൾ ഇളക്കമുണ്ട്. ഇളക്കം ഇങ്ങനെ തലയിട്ട് ഇങ്ങനെ പാട്ട് കേൾക്കാൻ മാത്രമല്ല, അല്ലാണ്ട് പാട്ടിൻ്റെ ഇതുകൂടെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ കൂടുമല്ലേ? അത് ചെറിയാനല്ലേ? എത്ര ചെറിയ ഞാനൊരു 19 വയസ്സേ ഉള്ളത്. ഈ ഉത്സവം നമ്മൾ ഉത്സവം സീസണായിട്ടാണെങ്കിൽ ഉത്സവത്തിനൊക്കെ നമ്മൾ ആനയെ കൊണ്ടുപോകും. ഈ പറഞ്ഞ പോലെ ആൾ ആനയുടെ കീഴിൽ കയറും. നമ്മൾ ഈ കർഷകർ ചില ആനകൾക്ക് ചുറ്റും ഈ ഫാൻസുകാരുടെ വലയോ ആനയെ തൊടാതിരിക്കാനും ആനയെ പിടിക്കാണ്ടിരിക്കാനും അതൊക്കെ ഒരു വളരെ നല്ലതാണ്. ചില കമ്മിറ്റിക്കാർ വളരെ കെയറായിട്ട് ആനയ്ക്ക് പുറത്തുനിന്ന് ആൾ കയറാതിരിക്കാനൊക്കെ നല്ല പ്രൊട്ടക്ഷനൊക്കെ കൊണ്ട് കൊടുക്കുന്ന നല്ല കമ്മിറ്റിക്കാരും ഉണ്ട്. ഒരുപാട് പേര് അങ്ങനെയുണ്ട്. ചിലയിടത്താണ് കമ്മിറ്റിയുടെ നിന്ന് പൂർണ്ണമായിട്ടും പോയി പുറത്തുനിന്നൊക്കെ ആൾ വന്ന് കയറി എടുക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഈ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കമ്മിറ്റിക്കാരുടെ വരാറുണ്ടോ ആനയ്ക്ക്? ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ കമ്മിറ്റിക്കാരും വളരെ ആനയെ മര്യാദയ്ക്കാണ് നോക്കുന്നതെന്ന് തോന്നുന്നില്ലേ? നമ്മൾ ചെല്ലുമ്പം ആനയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവർ തരാറുണ്ട്. പഴയ പോലെയല്ല. ഇപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ആനയ്ക്ക് വേണ്ടുന്ന തീറ്റ, തണ്ണിമത്തൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ പണ്ട് കാലത്ത് അതൊന്നും ഇല്ലായിരുന്നു. നമ്മളെ തെക്കോട്ട് പണ്ട് ഇതായിരുന്നു, ഓലയായിരുന്നു. ഇപ്പം എല്ലാം പട്ടയൊക്കെ ഇവിടെ ഈ ആവശ്യത്തിന് പട്ടയൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടാറുണ്ട്. ഈ തെക്കോട്ടൊക്കെ നമ്മുടെ ഈ ശാസ്താംകോട്ട ഈ ഭാഗത്തൊക്കെ പനമ്പട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ? ഉണ്ട്. നമ്മൾ ഈ പുറത്തുനിന്നുള്ള ഒരുപാട് ഇപ്പോൾ കേരളത്തിലെ ആനകൾ നമുക്ക് കുറവാണ്. നേരത്തെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആന ഇത് കേരളത്തിലെ ആനയാണ്. ഇത് കേരളത്തിലെ ആനയാണല്ലേ? അതുകൊണ്ട് മലയാളം പറഞ്ഞാൽ മനസ്സിലാവും കേരളത്തിലെ ആനയുണ്ട്. ഈ കുറച്ച് നിർദ്ദേശങ്ങളെ ആനയിൽ എല്ലാം പഠിപ്പിക്കുന്നുള്ളൂ. അതിപ്പോൾ ഏത് ഭാഷയാണേലും ഒരു വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ആനയ്ക്ക് പഠിക്കാൻ പറ്റും. അതായത് ഈ എല്ലാ ആനകൾക്കും നമ്മൾ പൊതുവെ പറഞ്ഞപ്പം മടക്കാനെ അല്ലേ? അതെ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ എല്ലാ ആനകൾക്കും ഒരേ സംഭവം എല്ലാം ഒന്നാണ്. എല്ലാം അത് തന്നെയാണ്. ആണ്. പിന്നെ അണ്ണൻ ഈ പറഞ്ഞാൽ ഉമ്മാരെണ്ണക്കുള്ള മാത്രമല്ലേ ചില ആനകൾ നമ്മൾ കൂടുതൽ ആനക്കാരെ ഭയങ്കര ഈ സിംഹള ഭാഷയാണ് ഉപയോഗിക്കുന്നത് ആനയിൽ. അതാണ് മറ്റുള്ളവർക്ക് ഒരു വ്യത്യസ്തമായിട്ട് തോന്നുന്നത്. സിംഹള ഭാഷ എന്ന് പറഞ്ഞാൽ അതെ അതെ, അവിടെ ഒത്തിരി ആനകളൊക്കെ ഉണ്ട്. അവിടെ ഒരുപാട് ഞാൻ പോയിട്ടുണ്ട്. അവിടെ അവിടുത്തെ മറ്റേ ആന അനാഥാലയത്തിലേക്ക് പോയിട്ടുണ്ട്. മറ്റേ പട്ടിക്കുട്ടി അയച്ചിട്ടൊക്കെ മറ്റേ ആനയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും ഏതാണ്ട് ഒരേ ഭാഷയാണ്. അതെ അതെ, ശരി. കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ അപ്പോൾ ഈ ഹിന്ദി നമ്മൾ അവിടെ നിന്ന് ഒരു ആനയെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് കൊണ്ടുവന്ന് ഈ അത് മലയാളത്തിലൊക്കെ ആക്കാൻ ഇച്ചിരി പാടാണെന്ന് തോന്നില്ലേ? ഹിന്ദിയുടെ അത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മലയാളോട് പറഞ്ഞു കൊടുക്കും. അത് ഒരാഴ്ചയൊക്കെ മതി പഠിക്കാനായിട്ടാണ്. അവിടെ നിന്ന് ഈ ഇങ്ങനെ ആന പണ്ട് കാലത്തൊക്കെ കൊണ്ടുവരുന്ന ആന ഇങ്ങനെ വരുമ്പോൾ അതിനും കൂടെ ആൾ വരുമായിരിക്കുമല്ലേ? അത്യാവശ്യം കുറച്ച് ദിവസമൊക്കെ അവർ വേണ്ടി വരും. കുറച്ച് ദിവസം അവിടുന്ന് ആനക്കാർ വന്ന് തന്നെ ഇവിടെയൊക്കെ പരിപാലിച്ചിട്ട് പോകുന്നത്. ഇവിടെയുള്ള ആനക്കാരുടെ അതുമായിട്ട് പഠിച്ചു വന്നിട്ടൊക്കെ തന്നെയാണ് അവർ തിരികെ പോകുന്നത്. ഈ അവിടുത്തെ ക്ലൈമറ്റും നമ്മുടെ ക്ലൈമറ്റും ഒക്കെ തമ്മിൽ വ്യത്യാസമില്ല. അത് ആന ഇപ്പോൾ അതൊക്കെ അതുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ആവുമായിരിക്കും. അല്ല, ബീഹാറിലെ ഇതൊക്കെ ആയിട്ട് നമ്മുടെ ഇവിടുത്തെ പോലെ കാലാവസ്ഥ അവിടെ കാടുകളൊക്കെ ഉണ്ടെന്നില്ലേ? കാടുമ്പോഴൊക്കെ ആയിട്ടായിരിക്കുമല്ലോ കാലാവസ്ഥ ബെറ്റർ. നമ്മുടെ കാലാവസ്ഥ തന്നെയാണ് ഏറ്റവും നല്ലത്. അവിടെ ഒരുപാട് ഇത്രയും മരങ്ങളൊന്നും കേരളത്തിൽ അവിടുത്തെ ഈ സോൻപൂരിലുള്ള മേലകളിലൊക്കെ പോയി ആനയെ കാണാൻ പോയിട്ടുണ്ടോ? ഞാൻ ഒരു തവണ പോയിട്ടുണ്ട്. ഭയങ്കര രസമുള്ള സാധനമാണെന്നോ അല്ലേ? അല്ല, അവിടെയൊക്കെ ഭയങ്കര പൊടിയും ഭയങ്കര അന്തരീക്ഷമൊക്കെ ആന ഒരുപാടുണ്ടല്ലേ? അത് സോൻപൂർ കൂടുതൽ ആസാമിൽ നിന്നുള്ള ആനകളാണ് മേളയിൽ വരുന്നത്. അത് 1 മാസമൊക്കെ നടന്നിട്ടാണ് അവിടെ വരുന്നത്. അവിടെ ഈ നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരുപാട് ഈ ആസാമിൽ നിന്ന് ബീഹാർ ആസാമാണല്ലേ ഇവിടെ കൂടുതൽ ആസാമിൽ നിന്നുള്ള ആനകളാണെന്ന് നാട്ടാനകൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ. അതെ, കുറവാണ്. സ്കന്ദനം പുറത്തുനിന്നുള്ള ആനയാണോ? അതെല്ലാം ആസാമാണല്ലേ? പക്ഷേ സ്കന്ദൻ കൊള്ളാം, കാണാൻ ചന്തമുള്ള ആനയാണ്. ഇതിങ്ങനെ കെട്ടിയില്ലാലും കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇല്ല. ഇതും നമ്മൾ ഇതിന് ചെണ്ടമേളമൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ? നമ്മൾ എഴുന്നള്ളത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചെറിയ ചെണ്ടമേളവും നല്ല മേളങ്ങളൊന്നും കുഴപ്പമില്ല. ഈ ഓവർ സൗണ്ടുകളൊന്നും. മറ്റേ നാസിക് ഡോളൊക്കെ ആണെങ്കിൽ നാസിക് ഡോളിനേക്കാളും തമ്പോലൊക്കെ ഭയങ്കര ഈ മേളങ്ങൾ ചിലപ്പം ഒരുവിധം കൊള്ളാവുന്ന പോലെ മേളം ആസ്വാദകരാണ് വിഷയക്കാരായി മാറുന്നത്. പിന്നെ നല്ല ക്ലാസ് പഞ്ചവാദ്യം അങ്ങനെയുള്ള മേളങ്ങളൊക്കെ നന്നായിട്ട് നിന്ന് ആൾക്കാർക്ക് ആസ്വദിക്കാൻ പറ്റും. പക്ഷെ മറ്റേതിൻ്റെയൊക്കെ ആസ്വാദന ശൈലി വ്യത്യസ്തമാണ്. അത് വേറൊരു ലെവലാണല്ലോ, വേറൊരു ലെവലിലേക്ക് അങ്ങ് പോകുക. പിന്നെ ഈ വെടിക്കെട്ട് ആനകൾക്ക് വലിയ പ്രശ്നമാണ്. അതെ അതെ. ഇതിപ്പോൾ ഇന്നിപ്പം ഈ ആവശ്യത്തിനുള്ള ഭക്ഷണമായ ഇനി എന്തായിരിക്കും വളരെ ബാക്കിയുള്ള ഏർപ്പാട്? ഇതിൻ്റെ ഉറക്കം അങ്ങനെ ആയിരിക്കും? ആനകൾ പൊതുവെ ഒരു 3 മണിക്കൂർ 4 മണിക്കൂറിനകത്തുള്ള ഉറക്കേ ഉള്ളൂ. കിടന്നുറങ്ങും.
കിടന്നുറങ്ങും. അത് ശരി. ഇതൊരു അങ്ങത് കാണാൻ പറ്റിയിട്ടില്ല. കാരണം ആ സമയത്ത് നമ്മൾ വലിയ ഉറക്കമായിരിക്കുമല്ലോ. ചില വീഡിയോ ഒക്കെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. ഇത് ആന ഒരു സൈഡ് കിടക്കുന്നു, പാപ്പാൻ വേറൊരു സൈഡ് കിടന്നുറങ്ങുന്നത്. 11 മണിക്ക് ശേഷമൊക്കെയാണ് കിടന്നുറങ്ങുന്നത്. രാത്രി അല്ലേ? രാവിലെ കൃത്യമായിട്ട് എണീക്കൊക്കെ തന്നെയാണ്. അല്ല, ഈ ഉറക്കത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ചെറിയൊരു അനക്കം എന്തായാലും ഒന്ന് അന്നേരം ചാടി എഴുന്നേക്കും. ശരി. ഒരു പട്ടി ഓടിപ്പോയാൽ ആ ഒരു ചെറിയ അനക്കം മതി, അന്നേരം ചാടി എഴുന്നേക്കും. ഭയങ്കര ഉറക്കത്തിലൊക്കെ നല്ല ശ്രദ്ധയാണ്. എഴുന്നള്ളത്തിനൊക്കെ പോയി ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ? എഴുന്നള്ളിപ്പുകൾക്ക് ഈ മറ്റേ നമ്മൾ സാധാരണ പെണ്ണുങ്ങളാരെയൊക്കെ പറയുന്നത് എനിക്ക് ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ ഐറ്റത്തിന്. പൊതുവെ എഴുന്നള്ളിപ്പിനൊക്കെ പോകുമ്പോൾ ഒരുപാട് പഴവോ അതും ഇതൊക്കെ വീടുകളിൽ നിന്നൊക്കെ ഉണ്ടല്ലോ. മറ്റേ ഭക്ഷണം കിട്ടുന്നല്ല അല്ലേ? എഴുന്നള്ളിപ്പിന് പോകുമ്പോഴൊക്കെ ക്ഷേത്രം. ഈ ആനകൾക്ക് നമ്മളിപ്പം കഴിഞ്ഞ തവണ നാട്ടിലൊരു ആന വന്നപ്പോൾ കാണുന്നത് പറഞ്ഞാൽ മറ്റേ പഴം കൊണ്ട് കൊടുക്കും. ആനയ്ക്ക് പഴം കൊടുക്കരുതെന്ന് പറഞ്ഞു. തണ്ണിമത്തൻ അതിന് പുല്ല് മാത്രം കൊടുക്കുന്നുണ്ട് ആനകൾക്ക്. അത് ഈ പഴം ഈ പാളയന്തോട് അങ്ങനെ ഓവറായിട്ട് കൊടുക്കുമ്പോൾ ദഹന ഇഷ്യൂസ് ഉണ്ടാകും. ഒരു പരിധി വരെ കൊടുക്കാൻ പാടുള്ളൂ. ഇനി അസുഖങ്ങൾ പേടിക്കണമല്ലേ? അസുഖങ്ങളൊരു മനുഷ്യന്മാർക്ക് വരുന്ന അസുഖമല്ല ആനയ്ക്കും വരുമായിരിക്കുമല്ലോ. പിന്നെ ഇപ്പം ഈ എഴുന്നള്ളിപ്പൊക്കെ പോകുമ്പോൾ എല്ലാ വീട്ടിലും ഈ ഗണപതി ഒരുക്കിൻ്റെ കൂടെ ശർക്കരയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഓവറായിട്ട് കൊടുക്കാൻ പാടില്ല. കരിക്കൊക്കെ പൊളിച്ചു കൊടുക്കുന്ന ശർക്കരയൊന്നും ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. നമ്മൾ സാറിന് പറയും ആനയ്ക്ക് ശർക്കര ഭയങ്കര ഇഷ്ടമാണ്, ശർക്കര ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത് ചുമ്മാ. ആന കഴിക്കും. കരിമ്പ്, കരിമ്പൊക്കെ നല്ലത് തന്നെയാണ്. പിന്നെ പുല്ല് കൊടുക്കുന്നതല്ലേ? പുല്ലൊക്കെ വളരെ നല്ലതാണ്, നല്ല തീറ്റയാണ്. ഞാൻ കഴിഞ്ഞ തവണ ഏതോ ഒരു ആനയ്ക്ക് ലോറി നിറയെ പുല്ലാണ് കൊണ്ടുവരുന്നത്. വേറെ ഒന്നുമില്ല, പട്ടയൊന്നുമില്ല, പുല്ല് മാത്രമാണ് ആനയുടെ ഭക്ഷണം. എനിക്കൊന്ന് ഈ ഇരണ്ടക്കെട്ട് വരാതിരിക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും ദഹനമാണല്ലേ, ദഹന പ്രശ്നമാണ് ഇപ്പോൾ ആനകൾക്ക് ഏറ്റവും കൂടുതൽ കണ്ടു. പ്രായമുള്ള ആനകൾക്കൊക്കെ അരവ് കുറവായിരിക്കും, അപ്പോൾ പുല്ലൊക്കെ വെക്കുന്നത് നല്ലതല്ലേ. കട്ടിയായിട്ടുള്ള തീറ്റകൾ കുറച്ച് പുല്ലും അങ്ങനെയൊക്കെ ആവും. ബീഹാറിലൊക്കെ നെല്ല് ഒക്കെ ഇഷ്ടം പോലെ കൊടുക്കാറ്. നെല്ല് നമ്മുടെ നെൽക്കതിര് ഒരു ഒടിച്ച് കെട്ടായിട്ട് പാൽ നെല്ല് വരുന്നൊരു സമയമുണ്ടല്ലോ, അതൊക്കെ ആനകൾക്ക് കൊടുക്കാറുണ്ട്. ഈ ഇപ്പോൾ എല്ലായിടത്തൊരു വേറെ ട്രെൻഡ് ഇതാണ്, ഈ തലപ്പൊക്ക മത്സരങ്ങളാണ്. ഈ വടക്കോട്ടൊക്കെ എനിക്ക് തോന്നുന്ന ചങ്ങനാശ്ശേരി കുറേ സ്ഥലങ്ങളിലുണ്ട് തലപ്പൊക്ക. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല അതിന്. അതൊക്കെ ഒരു പല സ്ഥലങ്ങളിലും ഉണ്ടാകാറുണ്ട്. അതെല്ലാം ഇപ്പം നിലവിൽ നിന്നിരിക്കുകയാണ്. അതൊക്കെ അങ്ങനെയുള്ള മത്സരങ്ങളൊന്നും പൊതുവെ ഇല്ല ഇപ്പം. ആന പോണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്പോൾ ഇതാണ് ജാനകിയുടെ വിശേഷങ്ങൾ പറഞ്ഞു. ജാനകിയുടെ വിശേഷങ്ങളെക്കാളും പൊതുവിൽ ആനകളുടെ മൊത്തം വിശേഷങ്ങൾ പറഞ്ഞു, കുറേ കാര്യങ്ങൾ പറഞ്ഞു, പൊതുവിൽ ആനകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. വളരെ സന്തോഷം. താങ്ക്സ്.